ഹലോ ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് വൈലിനെ കുറിച്ചിട്ടാണ് അല്ലേ. ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സിൽ വൈൽ, ഡു വൈൽ, ഫോർ ലൂപ്പ്. അതിൽ വൈലാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പോൾ വൈൽ വെച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്താ വെച്ചാൽ, അതായത് നിങ്ങളോട് പറയാണ് നിങ്ങളുടെ പേര് ഒരു 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. നിങ്ങളുടെ പേര് 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞത് എന്താണ്, ഒരു ടാസ്ക് റിപ്പീറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടാസ്ക് പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുക, അതിനെയാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മളുടെ പേര് നമുക്കൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം നമുക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് വൈൽ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എനിക്കറിയില്ല നോയ്സ് കയറി വരുന്നുണ്ടോയെന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലമാണ്, അവിടെ ഉത്സവമാണ്, അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കും അറിയില്ല, ഇത് പ്ലേ ചെയ്യുമ്പോഴേ എനിക്കും അറിയുള്ളൂ ഒച്ച അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത്. കേട്ടോ, ഉണ്ട് എങ്കിൽ കൈൻഡ്ലി എക്സ്ക്യൂസ് മീ, ഒന്നും ചെയ്യാൻ ഇല്ല, അതുകൊണ്ടാണ്. സോ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് യുവർ നെയിം 3 times. 3 പ്രാവശ്യം നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്യുക, അതാണ് നമ്മളുടെ ആവശ്യം. സോ ഞാൻ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെഡർ ഫയൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തോളാം. നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം ഇൻറ്റ് i = 1, അതായത് i എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 1 ആയിട്ട് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതായത് ഇവിടെ വേരിയബിൾ ഡിക്ലറേഷനും നടന്നു, അതുപോലെ തന്നെ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷനും നടന്നു. i = 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നോക്കുക, while i <= 3 ആണെങ്കിൽ printf, ഞാനിപ്പോൾ എൻ്റെ പേരാ കൊടുത്തിരിക്കുന്നത്, ശ്രീതു എന്നുള്ള പേര് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം i++ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന്. സോ നിങ്ങൾക്കറിയാം വൈൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത്. അതായത് വൈലിൻ്റെ കൂടെ എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷനെ നമ്മൾ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. ഇതാണ് നമ്മളുടെ തിയറി. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ്, വൈൽ i <= 3. ഐയുടെ വാല്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ്. ഓക്കെ, സോ വൈൽ നമുക്കൊന്ന് നോക്കാം. വൈൽ i <= 3. ഐയുടെ വാല്യൂ എന്താണ്? 1. 1 <= 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 എന്ന് പറയുന്നത് <= 3. 1 <= 3 കണ്ടീഷൻ ട്രൂ ആണല്ലോ. സോ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് printf /n. നിങ്ങൾക്കറിയാം /n കൊടുത്താൽ ഒരു പുതിയ ലൈനിലായിരിക്കും ശ്രീതു എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നത്. സോ ശ്രീതു എന്നുള്ളത് ഒരു പ്രാവശ്യം അതവിടെ പ്രിന്റ് ചെയ്യും. ഇനി i++, നമ്മൾ പഠിച്ചിട്ടുണ്ട് i++, ദാറ്റ് ഈസ് ഇൻക്രിമെന്റേഷൻ. അപ്പോൾ i++ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? i++ എന്ന് പറഞ്ഞാൽ i = i+1 എന്നാണ് അർത്ഥം. അതായത് ഐൻ്റെ നമ്മൾ ഇപ്പോഴത്തെ വാല്യൂ എത്രയാ? 1. 1 + 1 which is equal to 2. ഐൻ്റെ വാല്യൂ എന്തായി ഇപ്പോൾ? 2y ഇല്ലേ? നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? വൈലാണ് അല്ലേ? സോ ഇവിടെ നിന്ന് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. i <= 3. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? സോ അടുത്തത് നോക്കും. വൈൽ i <= 3. ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ആണ്. സോ 2 <= 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓഫ് കോഴ്സ് 2 എന്ന് പറയുന്നത് <3 ആണ്.
സോ എന്ത് സംഭവിക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? printf /n ശ്രീതു. സ്ലാഷ് എന്ന് പറയുമ്പോൾ പുതിയ ലൈനിൽ അത് ശ്രീതു എന്ന് പ്രിന്റ് ചെയ്യും. സോ ഇവിടെ എഗെയിൻ ശ്രീതു എന്ന് പ്രിന്റ് ആയി. ഇനി എന്ത് ചെയ്യും? i++. ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ i++ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം i = i+1 എന്നാണ് അർത്ഥം അല്ലേ? സോ i ഇപ്പോഴത്തെ ഐൻ്റെ വാല്യൂ 2 ആണ്. 2 + 1 which is equal to 3. ഐൻ്റെ വാല്യൂ 3 ആയി. ഇനി എന്ത് ചെയ്യും? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഐൻ്റെ വാല്യൂ 3 ആണ്. സോ i = 3 ആണ്. 3 <= 3 ആണോ എന്ന് while ചെക്ക് ചെയ്യും. 3 <= 3. 3 = 3 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. സോ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. വീണ്ടും അത് ശ്രീതു എന്നുള്ളത് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? i++. ഇനി നോക്കൂ, ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 3 ആണ്. i++ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? i = i+1 എന്നാണ് അല്ലേ? ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ 3 ആണല്ലോ. സോ 3 + 1 which is equal to 4 ഇല്ലേ? ഇനി വീണ്ടും നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. കണ്ടീഷൻ എന്താണ്? while i <= 3. ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാ? 4 <= 3. കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. സോ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറില്ല. നേരെ പ്രോഗ്രാം ഗെറ്റ് ch വെച്ച് എക്സിറ്റ് ആവും. സോ നമ്മളുടെ ഔട്ട്പുട്ട് ഇപ്പം എന്താ വന്നിരിക്കുന്നത്? ശ്രീതു 3 പ്രാവശ്യം ശ്രീതു എന്ന് പ്രിന്റ് ചെയ്തു. ക്വസ്റ്റൻ എന്തായിരുന്നു? റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് യുവർ നെയിം 3 times. സോ വൈൽ വെച്ച് നമ്മൾ 3 പ്രാവശ്യം നമ്മളുടെ പേര് പ്രിന്റ് ചെയ്യിച്ചു. ഇങ്ങനെയാണ് വൈൽ വർക്ക് ചെയ്യുന്നത്. ഇനിയും നമ്മൾ എക്സാമ്പിൾസ് പറയും. സോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി വീണ്ടും നമ്മൾ വൈൽ വെച്ച് അടുത്തൊരു പ്രോഗ്രാം പറയാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിനെ, ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 2 3 4 5 അങ്ങനെ പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, 1 2 3 ആദ്യത്തെ 3 നമ്പേഴ്സ് അതിനെ നിങ്ങൾ പ്രിന്റ് ചെയ്യണം. സോ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നോക്കുക, മെയിൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. void main നേരത്തെ ചെയ്ത പോലെ തന്നെ int i = 1, അതായത് i എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ which is equal to 1 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഇനീഷ്യലൈസും കൂടെ ചെയ്തു. ഓക്കെ, then while i <= 3 ആണെങ്കിൽ printf /n %d iൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. i++ get ch വെച്ച് പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്നു. നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് കേസിൽ while i <= 3, ഐയുടെ ആദ്യത്തെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ while ഐൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ while 1 <= 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 is less than 3. കണ്ടീഷൻ ട്രൂ ആണ്. സോ എന്ത് സംഭവിക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? printf %d i. അതായത് ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഐൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നാണ്. ഐൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? ഐൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. സോ 1 എന്നുള്ളത് പ്രിന്റ് ആവും. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞേ? i++, ദാറ്റ് ഈസ് i++ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം i = i+1 എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സോ ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 1 ആണ്. സോ 1 + 1 which is equal to 2.
ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 2 ആയി. ദെൻ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ 2 ആണ് അല്ലേ. സോ കണ്ടീഷൻ എന്താണ്? വൈൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. സോ എന്ത് സംഭവിക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം എന്നാണ്. ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 2. സോ 2 എന്നുള്ളത് പ്രിന്റ് ആവും. അതിന് ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ പ്ലസ് പ്ലസ്, ദാറ്റ് ഈസ് ഐ പ്ലസ് പ്ലസ്. നിങ്ങൾക്കറിയാം ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 1 എന്നാണ് അർത്ഥം. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാ? 2. ദാറ്റ് ഈസ് 2 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3. വീണ്ടും എന്ത് പറ്റും? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇപ്പൊ നമ്മൾക്കറിയാം ഐൻ്റെ വാല്യൂ 3 ആണ്. സോ വൈൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ എന്ന് നോക്കും. 3 ഈസ് ഈക്വൽ ടു 3. എഗെയിൻ കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐൻ്റെ വാല്യൂവിനെ പ്രിന്റ് ചെയ്യണം എന്നാണ്. ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 3. സോ 3 എന്നുള്ളത് പ്രിന്റ് ആവും. ദെൻ ഐ പ്ലസ് പ്ലസ്. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നാണ് അർത്ഥം. ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാ? 3. 3 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 4. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വൈൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? അല്ല, കണ്ടീഷൻ തെറ്റാണ്. സോ ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറില്ല, പ്രോഗ്രാം എക്സിറ്റ് ആവും ഗെറ്റ് CH വെച്ചിട്ട്. സോ നമ്മളുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 2 3 അല്ലേ. ക്വസ്റ്റൻ എന്തായിരുന്നു? റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ്. സോ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് വൈൽ വെച്ച് നമ്മൾ പ്രോഗ്രാം എഴുതി പോകുന്നത്. മനസ്സിലായോ? ഇനി ഈ സെയിം പ്രോഗ്രാം തന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഞാനങ്ങ് പറയുമായിരുന്നു നിങ്ങളോട് ആദ്യത്തെ 3 നാച്ചുറൽ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി യൂസറിനോട് തന്നെ ചിലപ്പോൾ പറയും റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് അല്ലെങ്കിൽ ടു പ്രിന്റ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതായത് n അപ് ടു n വരെയുള്ള നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ സെയിം പ്രോഗ്രാം തന്നെ. അത് എന്താ പറയുക, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യത്തെ 3 നമ്പേഴ്സ് 1 2 3 മാത്രം പ്രിന്റ് ചെയ്തു. ഇനി നിങ്ങളോട് പറയുന്നത് n വരെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ ക്ലാസ്സിൽ ആദിലിന് തോന്നുകയാണ് ആദ്യത്തെ 5 നമ്പേഴ്സിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ആദിൽ 5 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് 1 2 3 4 5 എന്ന് വന്നു. ഓക്കെ, ശരി. അപ്പം നമുക്ക് സെറീനയ്ക്ക് തോന്നുന്നതാണ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, എനിക്ക് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിനെ കാണണം എന്ന് തോന്നുവാണെങ്കിൽ 10 എന്ന് കൊടുത്താൽ 1 2 3 4 5 അങ്ങനെ അപ് ടു 10 വരെ വരണം. ഓക്കെ, സോ കോൺസെപ്റ്റ് മനസ്സിലായോ? n എന്ന് പറയുന്നത് നമ്മളുടെ ലിമിറ്റാണ്, അല്ലെങ്കിൽ എത്ര വരെ എന്നുള്ളതാണ്. സോ ഒരാൾ 10 കൊടുത്താൽ 1 2 3 4 5 6 7 8 9 10 വരെ കാണണം. വേറൊരാൾ കൊടുക്കുന്നത് 5 എന്നാണെങ്കിൽ 1 2 3 4 5 വരെ കാണണം. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ ചെയ്ത സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ഒറ്റൊരു പോയിന്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിൽ ഞാൻ വേരിയബിളിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് i is equal to 1 എന്ന് പറഞ്ഞിട്ട്. പുതിയൊരു വേരിയബിളിനെയും കൂടെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, n എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ. എന്താണ് ആ എന്നിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആദിലിന് തോന്നുന്നത് എന്നിന് ചിലപ്പോൾ 5 എന്ന് കൊടുക്കാനായിരിക്കും, സെറീനയ്ക്ക് തോന്നുന്നത് ചിലപ്പോൾ 10 എന്ന് കൊടുക്കണം എന്നായിരിക്കും. സോ യൂസറിൻ്റെ ഇഷ്ടമാണ് ലിമിറ്റ് എത്ര കൊടുക്കണം എന്നുള്ളത്. സോ ആ ലിമിറ്റിനെ റിസീവ് ചെയ്യാനുള്ള വേരിയബിളാണ് n എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ
നമുക്ക് പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇവിടെ printf enter the value for n. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്നിന് ഞാൻ 5 എന്ന് ആദ്യം 5 എന്ന് കൊടുക്കണം തോന്നി, എനിക്കും 5 എന്ന് കൊടുക്കണം തോന്നേ. സോ ഞാൻ എന്നിന് 5 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സ്കാൻഎഫ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ വാല്യൂവിനെ റിസീവ് ചെയ്തു. ഇനിയാണ് നമ്മളുടെ പ്രോഗ്രാം. while I less than or equal to n. സോ നിങ്ങൾ നോക്കുക, while ഇപ്പോഴത്തെ നമ്മളുടെ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും while I less than or equal to n. എന്നിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്? 5 എന്നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഐൻ്റെ വാല്യൂ 1 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഐ 1 ലെസ് ദാൻ 5 ആണ്. സോ എന്ത് സംഭവിക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഐൻ്റെ വാല്യൂവിനെ പ്രിന്റ് ചെയ്യിക്കണം എന്നാണ്. ഐൻ്റെ ആദ്യത്തെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ 1 എന്നുള്ളത് പ്രിന്റ് ആയി. ഐ പ്ലസ് പ്ലസ് ഐൻ്റെ ആദ്യത്തെ വാല്യൂ 1 ആണ്. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 2i. ദെൻ നമ്മൾ എന്ത് ചെയ്യും? വൈലാണ്. സോ നമ്മൾ ഇവിടെ നിങ്ങോട്ട് പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത കണ്ടീഷൻ എന്താ? വൈൽ ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ ശരിയാണ്. സോ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം എന്നാണ്. ഐൻ്റെ വാല്യൂ എത്രയാണ് ഇപ്പോൾ? 2 ആണല്ലേ. സോ 2 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ദെൻ ഐ പ്ലസ് പ്ലസ് ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. സോ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 3i. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ 5 ആണ്. സോ എഗെയിൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഐൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 3. സോ 3 എന്നുള്ളത് പ്രിന്റ് ആയി. ഐ പ്ലസ് പ്ലസ് ഐൻ്റെ വാല്യൂ എന്താണ്? 3 ആയിരുന്നു. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 3 + 1 ചെയ്യും, ആൻസർ 4i. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കും. 4 is ലെസ് ദാൻ 5 ആണ്. സോ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. ബോഡി ഓഫ് ദ ലൂപ്പിൽ ഐൻ്റെ വാല്യൂനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നത് അല്ലേ. സോ ഐൻ്റെ വാല്യൂ ഇപ്പം എന്താണ്? 4 ആണ്. സോ 4 എന്നുള്ളത് പ്രിന്റ് ആവും. പിന്നെ എന്ത് സംഭവിക്കും? ഐ പ്ലസ് പ്ലസ് ദാറ്റ് ഈസ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 4 ആണ്. ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 4 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 5. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 is equal to 5 ആണ്. സോ എഗെയിൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. ഐൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ എന്താ? 5 ആണ് അല്ലേ. സോ 5 എന്നുള്ളത് പ്രിന്റ് ആയി. ഇനി എന്ത് പറ്റും? ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 6 ആവും. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 6 ലെസ് ദാൻ 5 ആണോ? അല്ല, കണ്ടീഷൻ തെറ്റി. അപ്പോൾ എന്ത് പറ്റും? ബോഡി ഓഫ് ദ ലൂപ്പിൽ കയറില്ല, പ്രോഗ്രാം എക്സിറ്റ് ചെയ്യും. സോ നമ്മളുടെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കൂ. 1 2 3 4 5. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. എന്തായിരുന്നു നമ്മൾ എന്നിന് സപ്ലൈ ചെയ്ത വാല്യൂ? 5. സോ 1 2 3 4 5. ആൻസർ വന്നാൽ കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ പതുക്കെ പ്രോഗ്രാംസ് ചെയ്ത് വരുന്നത്. ഓരോ കൺട്രോൾ സ്ട്രക്ചേഴ്സും മനസ്സിലാക്കി അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കോഡ് കൊടുക്കണം. ഓക്കെ.